ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ 35ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ സാവോയും അതുപോലെ ബെസ്റ്റിയും നാളത്തെ ആ ഒരു കോർട്ടിലെ ആ ഒരു കേസ് നമ്മൾ ജയിക്കുന്നു പറഞ്ഞിട്ട് കൈ കോർത്ത് പിടിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും എൻട്രി. ആ ഒരു സമയത്ത് തന്നെ അമ്മയാണെങ്കിൽ ഒരു മാതിരി നോക്കുന്നുണ്ട്. നമ്മുടെ മായി പറയുകയാണ്, അമ്മ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ സാവു പറയുന്നുണ്ട്, നീ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് എൻ്റെ റിലേഷൻഷിപ്പാണ്, ഇത് ഞാൻ എൻ്റെ അമ്മയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ബെസ്റ്റിയുടെയും കൈ പിടിച്ച് വലിച്ചിട്ട് അമ്മയുടെ മുമ്പിലിട്ടിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ പ്രേമിക്കുന്നുണ്ട്, എനിക്കറിയാം ഇത് തെറ്റായിട്ട് നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ എനിക്കിത് തെറ്റായിട്ട് തോന്നുന്നില്ലെന്ന് പറയുകയാണ്. അമ്മയാണെങ്കിൽ എൻ്റെ മക്കളപ്പോൾ സെറ്റിലാവാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഒന്നും സംസാരിക്കാതെ പോയപ്പോൾ നമ്മുടെ മായിക്ക് ഒരു മാതിരി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മായി അമ്മേനെ ഫോളോ ചെയ്തിട്ട് പിന്നാലെ പോവുകയാണ്. അമ്മ വാതിലടക്കുകയാണ്, വിളിക്കുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല. അപ്പം നമ്മുടെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ അമ്മേനെ വിട്ടിട്ട് പോകുന്നേ, ആള് ഇപ്പോൾ ആ ഒരു ഷോക്കിൽ നിൽക്കുന്നതായിരിക്കും, അത് നീ ഇവിടെ വിട്ടിട്ട് പോ എന്ന് പറയുകയാണ്. പക്ഷെ അവൾക്കത് വിടാനായിട്ട് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. ആ ഒരു സമയത്ത് തന്നെ അകത്തിരുന്നിട്ട് ആളുടെ മക്കളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ യാവോ പുറത്തെത്തുന്നുണ്ട്. പുറത്തെത്തിയിട്ട് പറയാണ്, എന്താ പറ്റുക, ആളെന്താ വാറടച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ മായി പറയാണ്, ഒന്നുമില്ല, എന്താ കാര്യം എന്ന് അറിയത്തില്ല, കേട്ടാലും ഇതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നിനക്കറിയാവോ ഈ ഒരു നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് അത്രേ, ഇവിടുത്തെ അമ്മമാർക്ക് കൂടുതൽ മരുമക്കളേനല്ല ഇഷ്ടം, മരുമകന്മാരെ അത്ര ഇഷ്ടം, അതുകൊണ്ട് നമുക്ക് ആളേനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് കൊടുക്കുക, അല്ലാതെ നീ ഇടന്ന് സംസാരിച്ചിട്ട് വഷളാക്കണ്ട പറഞ്ഞിട്ട് നമ്മുടെ യാവോനും മായിനും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മായിയുടെ അമ്മ ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വലിയ വലിയ പെട്ടിയിലാക്കിയിട്ട് ആളുടെ റൂമിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഓരോന്ന് നോക്കിയിട്ട് എൻ്റെ മക്കൾ സെറ്റിലാവാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ മുഴുവനും സാധനങ്ങളാണ്. ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പോലും സ്ഥലമില്ല, അത്രയധികം സാധനങ്ങളാണ്. നമ്മുടെ മായി വന്ന് നോക്കുമ്പോൾ ഇത്ര അധികം ഫുഡൊക്കെ കാണുമ്പോൾ ഇതെന്തത്, അമ്മ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് നോക്കുവാണ്. അത് നോക്കുമ്പോൾ നല്ല പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നിങ്ങൾ ഡിന്നറിന് എല്ലാവരും വരണം എന്നിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ യാവാണെങ്കിൽ അമ്പു ഇന്ന് ഭയങ്കരമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആളും വന്നിരിക്കുന്നുണ്ട്. അമ്മ എവിടെയും ചോദിക്കുമ്പോൾ ആൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ക്ഷീണം തോന്നുന്നു, ആൾ പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങിയെന്ന് നമ്മുടെ മായുടെ ഡാഡും പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ബെസ്റ്റിയുടെ ആ ഒരു കേസ് ഉണ്ടല്ലോ, അതിനൊരു പോവുകയാണ്. ആ ഒരു കേസിൽ അവർ ജയിക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് നമ്മുടെ മായുടെ അമ്മേനെയാണ്. മായുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ വയ്യാത്ത ഒരാളെ വീൽ ചെയറിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാര്യനും ഭർത്താവിനെയും കാണിക്കുകയാണ്. ആളാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഡാഡീനെ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും വീൽ ചെയറിൽ വെച്ചിട്ട് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ റിട്ടയർ ആവണം, ജോലി വിടണം, അല്ല നീ വിട് ഞാൻ വിട് അങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തല്ലൂട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ആവുമോ എന്നുള്ളൊരു പേടിയിലാണ് നമ്മുടെ മായുടെ അമ്മ നടക്കുന്നത്. എപ്പോൾ നോക്കിയാലും ഒരു ഹൈപ്പുണ്ട് ഇയാൾക്ക്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മായുടെ അമ്മേനെയാണ്. വീണ്ടും ആൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മായി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്, നമ്മുടെ സാവോ ഉണ്ടല്ലോ അവൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ആൾക്ക് ഇഷ്ടമല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മായുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അവനോട് നോ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ കിടന്നിങ്ങനെ അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, അല്ല ഞാൻ വിചാരിച്ചു സാവോട് ആ ഒരു റിലേഷൻ കാരണമായിരിക്കും എന്നൊക്കെ എന്ന് പറയുകയാണ്. എനിക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മായി പറയാണ്, ഈ ഇടയായിട്ട് ഞാനാണ് പിന്നോട്ട് പോയോണ്ടിരിക്കുന്നത്, എൻ്റെ അമ്മയാണ് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എടാ മോളെ നീ കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആവും, അപ്പോൾ എങ്ങനെയാ ഹോട്ടലൊക്കെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, നിങ്ങൾ അതിനെ ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് വരുന്ന വഴി നോക്കാം, പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾ മിണ്ടാതെ കുത്തി ഒരു സ്ഥലത്തിരിക്കുക, അപ്പോൾ ഞങ്ങൾ വലുതാവുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ നോക്കിയിരിക്കും, നിങ്ങൾ തന്നെ ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആളുടെ ആ ഒരു രോഗത്തിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്
കിസ്സും കൊടുത്തിട്ട് അവളവിടെ നിന്ന് പോവുകയാണ്. ഇന്ന് രാത്രി എല്ലാവരും വരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ കേസ് ജയിച്ചതുകൊണ്ട് തന്നെ മോനെ എക്സ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുവാണ് നമ്മുടെ ബെസ്റ്റി. അവിടെ വെച്ചിട്ട് നമ്മുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എടി നീ ഇപ്പം എൻ്റെ മോനെ കൊണ്ടുപോകും, പിന്നെ ഞാൻ വീണ്ടും വാങ്ങുമോ അവനെ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ബെസ്റ്റി പറയുന്നുണ്ട്, താൻ ആദ്യം നല്ല അച്ഛനാവാൻ നോക്ക്, എന്നിട്ട് മതി ഇങ്ങോട്ട് പോയി വാങ്ങല് എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ ആ കുഞ്ഞ കുട്ടി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഈ പ്രാവശ്യം അമ്മയുടെ കൂടെ പോകുന്നേട്ടാ എന്ന് പറയുകയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ സാവു ആണെങ്കിൽ അതിന് എടുത്തിട്ട് വട്ടം കറക്കി കളിപ്പിച്ചിട്ടൊക്കെയാണ് പോക്ക്. നമ്മുടെ മായയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സിൻസിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ യാവു ആണെങ്കിൽ ആൾക്ക് ആ ഒരു പ്രൊമോഷൻ കിട്ടിയ കാര്യം കമ്പനിയിലത്തെ എല്ലാവരോടും കൂടി പറയുന്നുണ്ട്. അവരോട് സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീഡോങ് സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ ഇവനും ഒരുമിച്ച് ക്ലാപ്പ് ചെയ്ത് വലിയ സംഭവം ഉണ്ടായി എന്നുള്ള രീതിയിൽ അവനും ഒരു ചെറിയൊരു സ്ലോ മോഷൻ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുവാണ്. ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മുടെ യാവ് ആണെങ്കിൽ മായിനും മായുടെ ഡാഡിനും പിക്കപ്പ് ചെയ്യുവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മായ ചോദിക്കുന്നുണ്ട്, ഡാഡി ഇപ്പോഴത്തെ ആ ഒരു ഫീലിംഗ് ഒന്ന് പറഞ്ഞേ, നിങ്ങളൊരു ഡ്രൈവറാണ്, ഇപ്പോൾ ആ ഒരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്ന ആ ഒരു ബോസ് തന്നെ ഡ്രൈവ് ചെയ്യുക, നമ്മളിവിടെ സുഖിച്ചിങ്ങനെ ഇരിക്കുക, ഇപ്പോഴത്തെ ഫീലിംഗ് എന്താ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, അടിപൊളി ഫീലിംഗ് ആണ്, പറയാൻ പറ്റാത്ത ഫീലിംഗ് എന്ന് പറയുവാണ്. ഇവിടെ നമ്മുടെ ജാവും ബെസ്റ്റും ആദ്യം തന്നെ വീട്ടിലെത്തുന്നുണ്ട് ഡിന്നറിന്. പക്ഷേ അവിടെ അമ്മേനെ കാണാനില്ല. പിന്നെ വീണ്ടും നമ്മുടെ ബെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരും വരുവാണ്. അവരും വന്നിട്ട് അമ്മേനെന്താ കാണാത്തെ എന്ന് നോക്കുവാണ്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വേണ്ട, ഇനി അമ്മേനെ തേടിയിട്ട് ബാക്കി പരിപാടികൾ നോക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും ഓരോരോ ആൾക്കാരായിട്ട് പല പല സ്ഥലങ്ങളിലും തേടാനായിട്ട് പോവുകയാണ്. നമ്മുടെ നടിയാണെങ്കിൽ മാർക്കറ്റിലും അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ മായുടെ ഡാഡി ആണെങ്കിൽ ആൾ പോകുന്ന പാർക്കിൽ ഡാൻസിങ് ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പോയി പറയുന്നുണ്ട്. നമ്മുടെ യാവു ആണെങ്കിൽ പല കാര്യങ്ങൾ പല ആൾക്കാരെയും വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാവോ അവിടെ ഒരു കീ കാണുകയാണ്. അപ്പോൾ ആളത് കണ്ടിട്ട് നമ്മുടെ മായിക്ക് വിളിക്കുന്നുണ്ട്. മായിനെ വിളിക്കുമ്പോൾ മായി പറയാണ്, എന്തെങ്കിലും കിട്ടിയോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ യാവോ അവിടെ എന്തോ കണ്ടുപിടിച്ചിട്ടാണ് നമ്മുടെ മായിനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മായിയുടെ ഡാഡിയോട് നമ്മുടെ യാവ് പറയുന്നുണ്ട്, അതെ അമ്മ പോയത് ആളുടെ ഇഷ്ടപ്രകാരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോ ആൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കീ ഉള്ളതിൽ ഒരു കീ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ പ്ലാൻ ചെയ്ത് പോയതാ പറയുമ്പോൾ നമ്മുടെ മായി കയറി വരുവാണ്, എന്താന്ന് പ്ലാൻ ചെയ്ത് പോയിന്നോ? അതേന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ യാവോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ബെസ്റ്റിയും അതുപോലെ സാബും കൂടി പറയുന്നുണ്ട്, ഞാൻ എല്ലായിടത്തും തേടി, പക്ഷേ അമ്മേനെ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. ആ ഒരു സമയത്താണ് പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് കുടുംബത്തോടു കൂടി എല്ലാ അച്ഛനും ഗേറ്റിൻ്റെ അടുക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ ഒരു ഡെലിവറി മാം വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ടെന്ന്. നമ്മുടെ മായി പറയാണ്, ഈ നേരത്തെ ഡെലിവറിയാ? നിങ്ങളുടെ അമ്മ തന്നെയാണ്, നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിട്ട് ഇതുകൊണ്ടും തരാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാഴ്സൽ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ ആ പാഴ്സൽ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ലെറ്ററാണ്. ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്, എടാ മക്കളെ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഇന്ന് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചില്ലേ, അപ്പോൾ ഈ ഒരു ഫുഡ് ചിലപ്പോൾ ഇനി കിട്ടിയെന്ന് വരത്തില്ല, ഇനി എന്തായാലും നിങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കി തിന്നാൻ നോക്ക്, പഠിക്കാൻ നോക്ക് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചെറിയൊരു വയ്യായികയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്, പുറത്ത് കറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓൾറൈറ്റ് ആയിക്കോളും, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കറങ്ങി തിരിഞ്ഞ് അങ്ങ് വീട്ടിലെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കത്ത് വായിക്കുമ്പോൾ തന്നെ ഒരുവിധം അവിടെ എല്ലാവരും അപ്സെറ്റിലാവുകയാണ്. നമ്മുടെ മായുടെ ഡാഡി ആണെങ്കിൽ കരയാനടക്കം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാരണമാണ് ആളിപ്പോൾ വീട് വിട്ട് പുറത്തേക്ക് പോയത്, ഞാൻ ആളെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആളിപ്പോൾ വീട്ടിൽ നിന്ന് പോവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ. എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അമ്മ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ യാവോ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, ഞാൻ ഒരു ജേണിയുടെ ആക്ടിവിറ്റി സംഗതി നോക്കിയപ്പോൾ ആള് സ്വന്തം നാട്ടിലേക്കുള്ള ഇതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മായാണെങ്കിൽ അവിടുത്തെ സ്വന്തക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആൻറ്റീനെ വിളിക്കുകയാണ്, അമ്മ അവിടെ എത്തിയോന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഇല്ലല്ലോ മോളെ. എന്നിട്ട് എൻ്റെ മോൻ്റെ വീട്ടിലെത്തിയണോ എന്ന് ചോദിക്കട്ടെ പറഞ്ഞിട്ട് ഭർത്താവിനോട് വിളിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആളും വിളിച്ചിട്ട് പറയുന്നുണ്ട്, വന്നിട്ടില്ലെന്നാണ് പറയണേന്ന്.
അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ വിട്ടിട്ട് എവിടേക്കോ പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ അവിടേക്കാണ് വന്നതെന്ന് വെച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെ അമ്മ വരുവാണെങ്കിൽ ആളെ പിടിച്ച് നിർത്തിയേക്ക്, ഞാൻ വന്നിട്ട് ആളെ കൊണ്ടുപോയിക്കോളാന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ അമ്മയില്ലെന്ന് അറിയുമ്പോൾ നമ്മുടെ യാവ് പറയുന്നുണ്ട് എന്തായാലും ഇനി അവിടെ പോയി നോക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മായി പറയാണ് ആൾക്ക് അവിടെ ഒരു സ്വന്തം വീടുണ്ട്, അവിടെ ഒരു ചെറിയൊരു വീടുണ്ട്, അവിടെ തറവാടാണ്, നമുക്ക് അവിടെ ഒന്ന് പോവാന്ന് പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മായിയുടെ അമ്മ ഒരു ടാക്സി പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിലും ആൾ നിർത്തുന്നില്ല. പിന്നെ അവസാനം നിർത്തുന്നുണ്ട് ആൾ കുറച്ച് ദൂരം പോയിട്ട്. അപ്പോൾ ആളോട് പറയുകയാണ് ടാക്സിയിൽ ഞങ്ങൾ കയറുമ്പോൾ ആൾ പറയുന്നുണ്ട് അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരമാവും, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല പറയുമ്പോൾ ആൾ പറയുകയാണ് ഞാൻ ഇവിടുന്നും വരുന്ന പൈസ തന്നോളാം എന്നൊക്കെ. അങ്ങനെ പൈസ കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ യാവോയും മായും കൂടിയിട്ട് ഇനി ആ ഒരു നാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. ഇനി ഇവർ നല്ല ട്രാവൽ ചെയ്തിട്ടാണല്ലോ പോക്കൊക്കെ. നമ്മുടെ യാവോയ്ക്കും മായ്ക്കും ഒരുവിധം ടയേർഡായിട്ടുണ്ട്. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മുടെ മായി ആണെങ്കിൽ അവിടെ പോയിരുന്ന് കരയുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മായിയുടെ അമ്മയാണെങ്കിൽ വാതിലൊക്കെ തുറന്ന് അവിടുത്തെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് അമ്മ അച്ഛാ ഞാൻ വീണ്ടും വീട്ടിലേക്ക് എത്തി, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ വീണ്ടും എത്തി എന്ന് പറയുകയാണ്. നമ്മുടെ മായി ആണെങ്കിൽ എൻ്റെ അമ്മ എവിടെ പോയിട്ടുണ്ടാവും, അമ്മ അവിടെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ യാവോ വരുന്നത്. യാവോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മനെ കിട്ടും, പ്രശ്നമൊന്നുമില്ല, ആളെ കിട്ടും, പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ്. ഇത്രയും ദിവസം ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടായിട്ട് അമ്മയുടെ ആ ഒരു വയ്യായ്ക എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ നടിയാണെങ്കിൽ ഇങ്ങനെ എണ്ണിപ്പെറുക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാവ് പറയുന്നുണ്ട് വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മായ പറയണം എന്തായാലും ഇത്ര നേരം നിങ്ങളാണല്ലോ വണ്ടി ഓടിച്ചത്, പിന്നെ ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി ഓടിക്കുവാണ്. ഇനി നാട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ വീട് പുറത്തുനിന്ന് ലോക്കായത് കണ്ട് നമ്മുടെ യാവോ മതിൽ ചാടി അവിടെ നിന്ന് കയറി പോവുകയാണ്. വാതിൽ തുറക്കാണ്ടാവുമ്പോൾ നമ്മുടെ മായ പറയുന്നുണ്ട് നിങ്ങൾ അകത്തുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, വാതിൽ തുറക്കാൻ പറയുകയാണ്. പക്ഷെ തുറക്കുന്നില്ല. അവസാനം വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഞാൻ സാഡായിട്ടാണ് ഇരിക്കുന്നതെന്ന് മക്കൾ കാണാതിരിക്കാൻ വേണ്ടി ലിപ്സ്റ്റിക്കൊക്കെ വാരി വലിച്ച് തേച്ചിട്ട് സുന്ദരിയായിട്ട് നിൽക്കാനുള്ള പരിപാടിയായിരുന്നു. നമ്മുടെ മായ അപ്പോഴേക്കും വാല ഉറക്കുന്നുണ്ട്. ആളാണെങ്കിൽ തിരിഞ്ഞാണ് നിൽക്കുന്നത്, മുഖം അങ്ങനെ ഇരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മോട് പറയുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയായിരുന്നില്ലേ, വയ്യായികയാണെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാലോ, ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തിനാ വരണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, നീ ഒരു ദിവസം എന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഒന്ന് ഇരുന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്നൊക്കെ, അതുപോലെ എനിക്കും കുറച്ച് ടൈം തായോ, ഞാനും ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ മായ ആണെങ്കിൽ പുറത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ യാവും അടുത്ത് വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ജാവു അപ്പോൾ വിളിക്കുകയാണ്. ജാവു വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ട്യൂമറാണ്, അപ്പോൾ അത് CT സ്കാൻ ഒന്നും എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണത്തില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വേണം അത് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് വന്നേക്കണേന്ന് പറയുകയാണ്. നമ്മുടെ മായ ആണെങ്കിൽ ഇത് കേൾക്കുന്ന വഴി തന്നെ ആൾക്ക് ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ആൾ കരച്ചിൽ തുടങ്ങുകയാണ്. നമ്മുടെ യാവോ ഫോൺ കയ്യിൽ വാങ്ങിച്ചിട്ട് ആൾ സംസാരിക്കുന്നുണ്ട്. അമ്മ ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ആൾ സ്വന്തം വീട്ടിലുണ്ട്, വിഷമിക്കാനൊന്നുമില്ല, സേഫാണ് എന്ന് പറയുകയാണ്. ഇതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.